രാമായണത്തെ നമ്മൾ സമീപിച്ചാലും ഇല്ലെങ്കിലും വായിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഭാരതത്തിൽ ജനിച്ച് വളർന്നവരാണോ അത് അറിഞ്ഞും അറിയാതെയും പഴഞ്ചൊല്ലിൻ്റെ രൂപത്തിലും മറ്റ് പല കഥകൾ നമ്മൾ ഒരാളെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അവൻ രാമനെ പോലെയല്ലേ എന്ന് പറയുമ്പോൾ അതൊരു ഉഗ്രൻ രാവണനാണ് കേട്ടോ എന്ന് അതിബുദ്ധിശാലികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ നമ്മളുടെ പ്രതിദിനമുള്ള സംഭാഷണങ്ങളിൽ തന്നെ ഈ രാമായണം കടന്നു വരുന്നുണ്ട്. ഭാരതം ഭാരതം തന്നെയാണ് രാമായണം എന്നാണ് പറയേണ്ടത്. നമ്മുടെ ദേശം എന്താണോ അതാണ് രാമായണം. അപ്പോൾ ഇതിനെ അങ്ങോട്ട് സമീപിക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം കുറേ കൂടി എനിക്കിതിൻ്റെ തത്വങ്ങളെ അറിയണം, എനിക്കിതിൻ്റെ കഥകളെ അറിയണം, ഇതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കണം. അതല്ലെങ്കിൽ രാവണനോടുള്ള ആകർഷകത്വം കൊണ്ട്, അല്ലെങ്കിൽ രാവണൻ ഒരു ഹീറോയാണെന്ന് വിചാരിച്ചിട്ട് രാമായണം വായിക്കുന്നവരുണ്ട്. രാമനെ മാത്രമല്ല രാവണനെ ഹീറോ ആക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ. അതേപോലെ തന്നെ ഇപ്പം അഹല്യ ആരാണ്, അഹല്യ എന്താണ് എന്നൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കുട്ടികളോടൊക്കെ ഇപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നാടകീയ ഡ്രമാറ്റിക്കലായിട്ടാണ് നമുക്ക് തോന്നുക. അഹല്യയെ കല്ലാക്കി മാറ്റി, കല്ല് വീണ്ടും ഒരു മനുഷ്യ സ്ത്രീയായി മാറി, 1000 ആണ്ട് തപസ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നത് അതിശയോക്തികരമാണ്.